എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഉയർത്തതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വിറക്കുകയാണ്. ഒരു ഭൂതത്തെയാണ് കാണുന്നത് എന്ന് കരുതിയിട്ട് അവര് ഭയന്ന് വിറക്കുകയാണ്. ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭയക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിനാണ്? നിങ്ങൾ ഇത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവിൻ. എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്ന് ഈശോ പറയുകയാണ്. ഈ കൈകളും കാലുകളും കണ്ട് ഇത് ഞാനാണെന്ന് മനസ്സിലാക്കുവിൻ എന്ന് ഈശോ പറയുന്നതിന്റെ പിന്നിലെ സാങ്കത്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈശോയുടെ തിരുമുറിവുകൾ കണ്ട് അത് ഈശോ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. അതായത് ശിഷ്യന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ഈശോ സഹിച്ച പീഡകളുടെ അടയാളമായിട്ടുള്ള ആ തിരുമുറിവ് കണ്ടിട്ട് ഇത് ഈശോയാണെന്ന് മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോ നമ്മെ സ്നേഹിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈശോയുടെ തിരുമുറിവുകളാണ്. അമ്മത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് അമ്മത്രേസ്യക്ക് പിശാച് പ്രത്യക്ഷപ്പെടുകയാണ്. പിശാച് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈശോയുടെ രൂപത്തിലാണ് പിശാച് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഈ അമ്മത്രേസ്യക്ക് ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഏറ്റവും ഒടുവില് ഈ അമ്മത്രേസ്യ ഇയാളോട് ചോദിക്കുകയാണ്, നീ ഈശോയാണെങ്കിൽ എന്റെ തിരുമുറിവുകൾ എനിക്കൊന്ന് കാണിച്ചതായി. ഈ പിശാച് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. കാരണം അന്ന് പിശാചിന് തിരുമുറിവുകൾ ഉണ്ടായിരുന്നില്ല. ഈശോയ്ക്ക് മാത്രമേ തിരുമുറിവുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് അമ്മത്രേസ്യക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ എന്റെ ശരീരത്തിൽ കൊണ്ടുവരുന്നത് തിരുമുറിവുകൾ. സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചില മുറിവുകള്, ചില വേദനകള്, അതാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നതിന്റെ അടയാളം. ഈശോ തന്റെ ശിഷ്യന്മാരോട് അടയാളമായിട്ട് തന്റെ തിരുമുറിവുകൾ കാണിച്ചു കൊടുത്തതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത മുറിവുകള് അവരോടുള്ള സ്നേഹത്തിന്റെ അടയാളമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.